ഈശ്വര കാക്കണേ അമ്മേ. രണ്ട് കാൽ, ഇത് 1 2 3 4. നിന്നാരടി വേഷം കെട്ടിച്ചുകൊണ്ട് അയച്ചത്? വിജയാനന്ദ്. വിത്ത് മിന്നല്, മഴ, കാറ്റ്, ഒരു ഫുൾ ഹൊറർ സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരും. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ്. എന്തൊരു സഹായം വേണമെങ്കിലും നമ്മളെ പയ്യനാണ് യവമുണ്ട്. നിന്നെ പോലെ ഒരു കിടിലൻ നടിയുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ആവും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ തന്നെ വരുത്തിയത്. എങ്ങനെയുണ്ട് എന്റെ അരുന്ധതി? പ്രേതത്തിന്റെ വേഷം അവൾ അസലായിട്ട് ചെയ്യും. അത് എന്നേക്കാ മുമ്പ് നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? മനസ്സ് പതറിപ്പോയ കൂട്ടുകാരനെ സ്വസ്ഥത കിട്ടാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, എന്നിട്ട് നീ വിലയുറപ്പിച്ച് വാടകയ്ക്കെടുത്തൊരുത്തിയെ പ്രേതത്തിന്റെ വേഷം കെട്ടിക്കുക. പിറ്റേ ദിവസം ഒന്നും അറിയാത്ത ഭാവത്തില് ആ പ്രേതത്തിന്റെ കഥ എഴുതാൻ എന്നെ നിർബന്ധിക്കുക. ഗംഭീരമായിരിക്കുന്നു നിന്റെ തിരക്കഥ. ഞാൻ ശബരിയെ കണ്ട ദിവസം ആ പ്രേതത്തിന് നീ വീണ്ടും ഇറക്കി. അവിടെ നിന്റെ ഉദ്ദേശം കഥ എഴുതിക്കലായിരുന്നില്ല, എന്റെ കഥ കഴിക്കാനായിരുന്നു. കൊല്ലാൻ പോലും മടിക്കാത്ത നിന്നോട് എനിക്കിനി ഒരു ബന്ധമേ ഉള്ളൂ, ശത്രു. ഇപ്പൊ ഞാൻ നിന്നെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുക. ആദ്യത്തെ ആഴ്ചത്തെ റേറ്റിംഗ് വരുമ്പോ നിന്റെ 3 സീരിയലിനേക്കാൾ മുകളിൽ എന്റെ അരുന്ധതി എത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഈ ജയദേവൻ ചുങ്കത്തറ പിന്നീട് ഒരിക്കലും പേനയെടുക്കില്ല. വെല്ലുവിളിയായിട്ടാണെങ്കിലും എന്റെ മനസ്സിലുള്ളത് തന്നെ നീ പറഞ്ഞു കളഞ്ഞല്ലളിയ. ഉമ്മർത്തേക്കണ മരമാണെങ്കിലും ജയദേവൻ ചുങ്കത്തറയാണെങ്കിലും എനിക്ക് ഉപകാരമെല്ലാം തോന്നിയ ഞാൻ കടയോടെ വെട്ടിയിരിക്കും, അതിന്റെ വേരും മാന്തിയിരിക്കും. പിന്നീട് ഒരിക്കലും മുളച്ചു പൊന്താതിരിക്കാൻ നിന്റെ പേന ഞാൻ താഴെ വെപ്പിക്കോളിയാ. ശബരിയണ്ണ, രണ്ടുപേരും ചേർന്നൊന്ന് ഉത്സാഹിര്, നമുക്ക് കാണാം. മോനെ പറ്റി പേപ്പറിലുണ്ട്. പൂജയുടെ ആണോ? പൂജയുടെ അല്ല, പുഷ്പവല്ലിയുടെ. ഇതിനാണ് സ്വയംകൃതനാർത്ഥം എന്ന് പറയുന്നത്. അനുഭവിച്ചോട്ടെ. ഹലോ. ഹായ്, വാട്ട് എ സർപ്രൈസ്. ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് മിസ്റ്റർ ജയദേവൻ ചുങ്കത്തറയായിരിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ പത്രത്തിലൊരു കൂലി എഴുത്ത് കണ്ടപ്പോ അതിന്റെ പിന്നിൽ നിന്നെ പോലെ തൊരുത്തിയായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. What do you mean? കൂലി എഴുത്തോ? Yes. You're just mistaken. ഞാൻ എഴുതിയതിന് കൃത്യമായ സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്താണെന്ന് എനിക്കറിയാം. ആവശ്യമില്ലാതെ അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി. Oh my God, ആരായി പറയുന്നത്? റേറ്റിംഗ് കിട്ടുമെങ്കിൽ ആരുടെ ജീവിതവും വെച്ച് അമ്മാനമാടാം എന്നല്ലേ മിസ്റ്റർ ജയദേവൻ ചുങ്കത്തറയുടെ തിയറി? Then why not me? എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? Then one more thing. ചിലപ്പോ ഇതിന്റെ റെസ്പോൺസ് നോക്കി ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തേക്കാം. താങ്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ യു കെൻ അപ്രോച്ച് ദ കോർട്ട്. എനിക്ക് എന്റെ സ്ഥാപനത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ കുറച്ച് തിരക്കുണ്ടേ. മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മുറുക്ക് കടി തുടങ്ങിയ മത്സരങ്ങൾ ആരംഭിക്കുന്നതാണ്. ഈ മുറുക്ക് വാങ്ങാൻ പോയി കല്യാണ ചേച്ചി അവിടെ പോയി കിടക്കാം. കല്യാണ ചേച്ചി, കല്യാണ ചേച്ചി.
എടി പുഷ്പ, ദാ ജയദേവൻ ചുങ്കത്തറ വന്നിരിക്കുന്നു. മാറി മത്സരത്തിനിടയിൽ അവ ചുങ്കത്തറ കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ട് പെണ്ണിന്. ജയദേവൻ ചുങ്കത്തറ. ആ, ഉം. ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാ. ഒറ്റ മിനിറ്റ്. എടി സുശീലേ, രമേ, ധന്യേ. ഓ, എങ്ങനെ പുഷ്പ ഇങ്ങോട്ട് താടി. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എല്ലാരും അങ്ങോട്ട് ഓടിപ്പായോ. എന്റെ കുടുംബശ്രീയിലെ പൊന്നു ചേച്ചിമാരെ ഇങ്ങോട്ട് വാ. ആ, എന്റെ സുകുമാരി ചേച്ചി, എന്നെ തല്ലിയന് മാപ്പ് ചോദിക്കാനായിട്ട് ഇതാ ജയദേവൻ ചുങ്കത്തറ വന്നിരിക്കുന്നു. എല്ലാരും ഒന്ന് ഓടിക്കൂട്. രമ, സുധ, ധന്യ, മിനു എല്ലാരും ഉണ്ട്. രണ്ടുപേരുടെ കുറവുണ്ട്. ആ സാരല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പറ 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 മാപ്പ് പറ. പുഷ്പവല്ലി, എന്തോന്ന് പുഷ്പവല്ലി? ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ കുറെ നാണം കെട്ടിട്ടുള്ളതാ. ഇവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞ പുഷ്പവല്ലി തീരുമാനിക്കും വീട്ടിൽ വരണോ വേണ്ടിയോ എന്ന്. സോറി. ബാക്കി എന്റെ വീട്ടിൽ ചെന്നിട്ട് വാ. സുരേഷ്, രമേശ്, ആലിയന്റെ കസേര പെട്ടെന്ന് ഇങ്ങട്. അളിയന്റെ കസേര ദാ എത്തി. ഓ, ഉയ്യോ. എൻ്റെ അമ്മോ. കാണാൻ പറ്റുമോ? എന്ത്? പെങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോന്ന്? ഉം. ഓ,